1202 ആണ്ട് ചിങ്ങമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. 17/8/2026 മുതൽ 16/9/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ് നടത്തുന്നത്. പൂരം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. ദമ്പതിമാർ തമ്മിലുള്ള വഴക്ക് മാറിക്കിട്ടുന്നു, അവർ ഒന്നിക്കുന്നു. പിരിയാൻ തീരുമാനിച്ചത് വേണ്ട എന്ന് വെച്ച് അവർ ഒന്നിക്കുന്നു. അതുപോലെ തന്നെ വിദേശ യാത്രകൾ അടിക്കടി ചെയ്തത് മൂലമുള്ള ശരീരത്തിന്റെ പ്രയാസങ്ങൾ മാറിക്കിട്ടുന്നു. കാര്യങ്ങൾ നടന്നു കിട്ടുന്നതിനുള്ള കാലതാമസം മാറിക്കിട്ടുന്നു, കുറഞ്ഞു വരുന്നു. ബന്ധുക്കളിൽ നിന്നും ജനങ്ങളിൽ നിന്നും മിത്രങ്ങളിൽ നിന്നൊക്കെ സഹായ സഹകരണങ്ങൾ ധാരാളം ലഭിക്കുന്ന ഒരു സമയമാണ്. മോശപ്പെട്ട ചില സാഹചര്യങ്ങൾ വഴി പേരുദോഷം വന്നവർക്ക് അത് മാറിക്കിട്ടുന്നു. അപകടം മൂലമോ അല്ലാതെയോ ഉണ്ടായിട്ടുള്ള ശരീരത്തിന്റെ ക്ഷതങ്ങളും ആ വേദനകളും വിഷമങ്ങളും ഒടിവുകളും ചതവുകളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതെല്ലാം മാറിക്കിട്ടുന്നു. കാർഷിക വിളകൾക്ക് നഷ്ടം വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. കാരണം വിളകൾ നശിക്കുന്ന ഒരു ഇതാണ്, കാലാവസ്ഥ മൂലമായിരിക്കാം. എന്നാൽ ഇൻഷുറൻസ് ഉള്ളവർക്ക് വലിയ പ്രശ്നം വരുന്നതായിട്ട് കാണുന്നില്ല. ഉറ്റ ബന്ധുവിന്റെ വിരഹം മൂലമുണ്ടായ കഷ്ടനഷ്ടങ്ങളും എല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. ചിലപ്പോൾ നിങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്നതായിരിക്കാം ആ ബന്ധുവിന്റെ ഒരു വേർപാട് നിങ്ങൾക്ക് പല രീതിയിലും നഷ്ടങ്ങളും കഷ്ടങ്ങളും ഉണ്ടാക്കിയേക്കാം. ശത്രുക്കളുടെയും അസൂയാലുക്കളുടെയും ശല്യം കുറച്ച് കുറഞ്ഞു കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ഈശ്വരാധീനക്കുറവ് അത് മാറിക്കിട്ടി ഈശ്വര കടാക്ഷങ്ങൾ ഉണ്ടാകുന്നു, ഐശ്വര്യങ്ങൾ ലഭ്യമാകുന്നു, രോഗങ്ങൾക്കെല്ലാം കുറവ് വരുന്നു. അതുപോലെ നഷ്ടങ്ങളും പാഴ്ചെലവുകളും നിയന്ത്രിക്കാൻ സാധിക്കുന്നു. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിനും ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട്. കാർഷിക വിളകൾക്ക് നാശം വരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ പിതൃക്കൾക്ക്, അതായത് ഈ അത്ര ഒരു പിതൃക്കൾക്കുള്ള തർപ്പണ പൂജാദികളൊക്കെ നിങ്ങൾ കൃത്യമായി ചെയ്യുക. കാരണം അവരുടെ ബ്ലെസ്സിങ് അത്യാവശ്യമാണ്, അവരുടെ കൃപാകടാക്ഷം നമുക്ക് ലഭിക്കണം എന്നുള്ളത് കൊണ്ടാണ്, അത് മുടങ്ങരുത്. നവരത്ന വ്യാപാരികൾക്ക്, നവരത്നങ്ങൾ അതായത് കല്ലുകളൊക്കെ വിൽക്കുന്നവർക്ക് അത് വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. നഷ്ടം വരാനൊരു സാധ്യതയുണ്ട്. ചിലപ്പോൾ മോഷണം പോകാം, അതല്ലെന്നുണ്ടെങ്കിൽ നഷ്ടങ്ങൾ വരാം. അതുപോലെ ഭൂകൃഷിക്കാർക്കും അത്ര ഒരു പറ്റിയ സമയം അല്ല ഇത്. ഉദ്യോഗസ്ഥന്മാർക്ക് ഉദ്യോഗത്തില് അധ്വാനം കൂടുതലാകാം, അവർക്ക് അധിക ചുമതല വരാം. പ്രധാന കാര്യങ്ങൾ എല്ലാം തന്നെയും വളരെ വിശദമായി ആലോചിച്ച് വേണം ഒരു തീരുമാനങ്ങൾ എടുക്കുന്നതിലേക്ക് വേണ്ടി. ഇനി പൂര നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ നമ്മൾ ഫലങ്ങൾ പ്രായത്തിനനുസരിച്ചിട്ടാണ് പറയുന്നത്. 17 വയസ്സ് വരെയുള്ള പൂരം നക്ഷത്രക്കാർക്ക് സാമാന്യം സന്തോഷകരമായ ഒരു ജീവിതമാണ് അവർക്ക് ചെറുപ്പത്തിലേ ഉണ്ടാവുക. ചില രോഗങ്ങൾ വരാം എങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നതായിട്ട് കാണുന്നില്ല. വിദ്യാഭ്യാസം തുടങ്ങുന്നതിനും അത് തുടർന്ന് പോകുന്നതിനും യാതൊരു തടസ്സങ്ങളും ഇല്ലാണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ചിലർക്ക് ചിത്രരചന മുതലായ കലകളിൽ പ്രാവീണ്യം നേടാനായിട്ട് സാധിക്കുന്നു. കുടുംബത്തിന് ഭൂമി ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. അച്ഛനമാരുടെ കുടുംബ വസ്തു ഭാഗം വെച്ച് കിട്ടുന്നതാകാം, അതല്ലെന്നുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും വാങ്ങുന്നത് ആകാനും സാധ്യതയുണ്ട്. എന്തായിരുന്നാലും ഒരു ഭൂമി ലഭിക്കാം. ചിലർക്ക് വീട് ലഭിക്കുന്നതിന് ഒരു ഭാഗ്യമുണ്ട്. കുടുംബ സ്വത്ത് ഇതുകൊണ്ടും വീട് ലഭിക്കാം. ബന്ധുക്കളുടെ സഹായം ലഭിക്കുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. 17 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ളവരുടെ ആ ഒരു കാലഘട്ടത്തിൽ പൂര നക്ഷത്രക്കാർക്ക് അത്ര സുഖകരമല്ല. ചിലർക്ക് ഈ കാലം ചിലർക്ക് നല്ലതായിരിക്കാം, ചില പൂരക്കാർക്ക് നല്ലതാണ്. സർക്കാരിൽ നിന്നോ അധികാര സ്ഥാപനങ്ങളിൽ നിന്നോ ചില പ്രതികൂലമായ നടപടികൾ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. പല തരത്തിലുള്ള ദുഃഖങ്ങൾ വരാം, ധനനഷ്ടം ഉണ്ടാകാം എന്നുള്ളതിനാൽ ഒരു സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതിന് ചെലവെല്ലാം നിയന്ത്രിക്കുക. ചില പ്രത്യേക സാഹചര്യത്തിൽ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും വിരോധം വരുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകും, വിദ്യാഭ്യാസം തുടർന്നു പോകുന്നു. വലിയ തടസ്സമൊന്നും ഇവിടെ കാണുന്നില്ല, തടസ്സങ്ങളില്ലാണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ചിലർക്ക് ചെറുപ്രായത്തിൽ തന്നെ, അതായത് പഠിച്ച് അണ്ടർ ഗ്രാജുവേഷനൊക്കെ കഴിയുമ്പോൾ തന്നെ ഒരു നല്ല തൊഴിൽ ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം പ്ലേസ്മെന്റ് ഒക്കെ ആയിരിക്കാം അവർക്ക് അങ്ങനെ നല്ലൊരു തൊഴിൽ ലഭിക്കുന്നത്. ചിലര് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് തിരിഞ്ഞു പോകുന്നതായിട്ടും കാണുന്നുണ്ട്. 23 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ള പൂര നക്ഷത്രക്കാർക്ക് ഒരുവിധം നല്ലൊരു സമയമാണിത്. ഉപജീവനം നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു കാലമാണ്. ഉന്നത വിദ്യ
വിദ്യാഭ്യാസം നേടിയവർക്ക് മികച്ച തൊഴിൽ ലഭിക്കുന്നതിനും അവർക്ക് ഭാഗ്യമുണ്ട്. എല്ലാ ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കുന്നു. ധനസമ്പാദനം നടത്താനായിട്ട് മികച്ച സമ്പാദ്യ പദ്ധതികളിൽ സമ്പാദിക്കുന്നതിന് നിക്ഷേപിക്കുന്നതിന് സാധിക്കുന്നു. ചിലർക്ക് ചില പ്രത്യേക സാങ്കേതിക വിദ്യകളിൽ പ്രവേശിക്കാനും അതിൽ പ്രാവീണ്യം നേടാനും സാധിക്കുന്നു. ഉദാഹരണമായി ബഹിരാകാശ സംബന്ധമായ പഠനത്തിൽ അറിവ് നേടാനായിട്ട് ചിലർക്ക് ഭാഗ്യമുണ്ട്. ചിലർക്ക് അപൂർവം ചിലർക്ക് വാദസംബന്ധമായ ചില അസുഖങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. അത് വൈദ്യസഹായം തേടുക നല്ലതായിരിക്കും. ഇഷ്ടപ്പെട്ട വാഹനം അല്ലെങ്കിൽ വീട് എന്നിവ വാങ്ങുന്നതിന് ഇവർക്ക് സാധിക്കുന്നു. ഇഷ്ടപ്പെട്ട ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കാനും സാധിക്കുന്നു. സന്താന ഭാഗ്യവും ഉണ്ടാകുന്നു. 33 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള പൂരം നക്ഷത്രക്കാർക്ക് സർക്കാരിൽ നിന്നും അധികാരികളിൽ നിന്നും പല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ്. തീയെ ഇടിമിന്നൽ മൂലം ചില നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക. ചതി വഞ്ചന മുതലായവ നടക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുന്നത് നല്ലതായിരിക്കും. ആരെയും അമിതമായി വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിക്കരുത്. അസുഖങ്ങൾ എന്തെങ്കിലും വന്നാൽ വൈദ്യസഹായം ഉടനെ തേടുക നല്ലതായിരിക്കും. കാരണം ചിലപ്പോൾ ഈ കാലഘട്ടത്തിനനുസരിച്ച് അത് ഗുരുതരമാകാൻ സാധ്യതയുണ്ട് പെട്ടെന്ന്. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. എല്ലാ കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചിലരുമായി ഇടപെടുമ്പോൾ അല്പം വിവേചനം ബുദ്ധി സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം പിന്നീട് വരാൻ പോണ ആപത്തുകളെ ഒഴിവാക്കാൻ സാധിക്കും. അതിൽ നിന്ന് രക്ഷ നേടാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. ബന്ധുക്കളെ കൊണ്ട് പല ഗുണങ്ങളും നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഒരു സമയമാണ്. ചെറിയ അസുഖങ്ങൾ വരുമെങ്കിലും അതെല്ലാം ചികിത്സാ മൂലം ഭേദമാകുന്നതായിട്ടാണ് കാണുന്നത്. 40 വയസ്സ് മുതൽ 58 വയസ്സ് വരെയുള്ള പൂര നക്ഷത്രക്കാർക്ക് ഒരുവിധം കാര്യങ്ങൾ നടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. സാമ്പത്തികമായി ചെലവ് വർദ്ധിക്കാൻ സാധ്യത കാണുന്നു. അതിനാൽ അതിനു വേണ്ടി സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ പല രീതിയിൽ ധനം നിങ്ങൾ സ്വയം നല്ല രീതിയിൽ സൂക്ഷിക്കുക. അത് ആർക്കും ഈ സമയം വലിയ വലിയ തുകകൾ കടം കൊടുക്കരുത്. ചെറിയ രീതിയിലുള്ള തുകകളെ കൊടുക്കാവൂ. കാരണം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടേണ്ട ഒരു സാഹചര്യമല്ല ഇത്. മാത്രമല്ല നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മോശമാകാനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ സമ്പാദ്യങ്ങളെല്ലാം മോശമായ നിക്ഷേപ പദ്ധതികളിലും സ്ഥാപനങ്ങളിലും നിക്ഷേപിക്കരുത്. അത് നല്ല ധനകാര്യ സ്ഥാപനങ്ങളിൽ മാത്രം നിക്ഷേപിക്കുക. വസ്തുവകകൾ, കമ്പനി എന്നിവ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. ചതിവ്, വഞ്ചന ഇവ വരാൻ ഒരു സാധ്യത കാണുന്നുള്ളതിനാൽ എപ്പോഴും ഒരു നല്ല ലീഗൽ അഡ്വൈസറെ കണ്ടിട്ട് വേണം എല്ലാം നടത്താൻ. അന്യദേശത്തേക്ക് യാത്ര ചെയ്യാനും ഒരു യോഗം കാണുന്നുണ്ട്. ദമ്പതിമാർ തമ്മിൽ പിണങ്ങുന്നതിനും പിണങ്ങി വേറെ മാറി താമസിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നു. ചില രോഗങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. വിലപ്പെട്ട രേഖകൾ മോഷണം പോകാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കുക. കൃഷി കാര്യാദികൾ കുറച്ച് മന്ദിപ്പ് വരാൻ ഒരു സാധ്യതയുണ്ട്. വിളവുകൾക്കൊക്കെ കുറച്ച് മന്ദിപ്പ് വരാം. അല്ലെങ്കിൽ കൃഷി ഇറക്കുന്നതിനും കുറച്ച് മന്ദിപ്പ് വരാം. 58 വയസ്സ് മുതൽ 74 വയസ്സ് വരെയുള്ള പൂരം നക്ഷത്രക്കാർക്ക് ഇത്രയും നാൾ അനുഭവിച്ച ചില കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ എന്നിവ മാറിക്കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. സ്വന്തമായി ബിസിനസ്സോ മറ്റോ ചെയ്യുന്നവർക്ക് വളരെയേറെ ഗുണമുള്ള ഒരു സമയമാണ്. അവർക്ക് വളരെയധികം ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. പുതുതായി തുടങ്ങുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, നിലവിലുള്ള ബിസിനസിന്റെ കാര്യമാണ് പറഞ്ഞത്. ഏത് തൊഴിലായാലും അതിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ വീടും ഭൂമിയും വാങ്ങുന്നതിനും ഈ സമയത്തും യോഗം കാണുന്നുണ്ട്. നിക്ഷേപങ്ങളിൽ നിന്നും ആദായം ലഭിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. ഉദരവ്യാധി വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. വയറ് സംബന്ധിച്ച അസുഖങ്ങളൊക്കെ വരാം. വിദഗ്ധ ചികിത്സ അത് ലഭ്യമായാൽ അതെല്ലാം സുഖം പ്രാപിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. കുറച്ച് ധനം ചെലവ് പ്രതീക്ഷിക്കാം ഈ സമയം. എന്നാലും ഐശ്വര്യങ്ങൾക്കൊന്നും ഒരു കുറവ് വരുന്നില്ല എന്നാണ് കാണുന്നത്. 74 വയസ്സിന് മുകളിലോട്ടുള്ള പൂരം നക്ഷത്രക്കാർക്ക് അവർക്ക് വിദേശവാസമാണ് ചിലർക്ക് ഈ സമയം കാണുന്നത്. ചെയ്യാത്ത കാര്യത്തിന് പഴി കേൾക്കേണ്ടതായിട്ട് വരാം. ഈ സമയം സ്വന്തം നിലയ്ക്ക് ചേരാത്തവരുമായി കൂട്ടുകൂടരുത്. അത് പല ദോഷങ്ങളും ഉണ്ടാക്കുന്നു. ചിലർക്ക് സമൂഹത്തിൽ നിന്ന് അംഗീകാരവും ബഹുമതിയും ലഭ്യമാകാം. സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ ലഭ്യമാകാം. കാർഷിക മേഖലയിൽ നിന്നും അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. കണ്ണിലും വയറ്റിലും ചില രോഗങ്ങൾ ഉണ്ടാകാം. ചിലർക്ക് വാദസംബന്ധമായ അസുഖങ്ങൾ വരുന്നതിനും സാധ്യതയുണ്ട്. ഞാനിവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ ബുധൻ ഗുരു യോഗം നടക്കുന്നതിനാൽ അത് കർക്കിടക രാശിയിലാണ് നടക്കുന്നത്.
ബുദ്ധിശക്തി, സാമ്പത്തിക പുരോഗതി, മികച്ച സംസാരശേഷി എന്നിവ ഉണ്ടാകുന്നു. ഈ യോഗത്തിന്റെ ഗുണങ്ങൾ മൂലം വ്യക്തിക്ക് ഉയർന്ന വിദ്യാഭ്യാസം, അറിവ്, വിവരങ്ങൾ ശേഖരിക്കുന്നതിനും വിവരങ്ങൾ ഓർമ്മിച്ച് സൂക്ഷിക്കുന്നതിനുള്ള കഴിവ് ലഭിക്കുന്നു. നല്ലൊരു പ്രഭാഷകനാകാൻ സാധിക്കുന്നു, നല്ലൊരു പ്രാസംഗികനാകാനായിട്ട് സാധിക്കുന്നു. വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ഒരു കഴിവ് ലഭിക്കുന്നു. ധനനേട്ടം ഉണ്ടാകുന്നു. കരിയറിലും ബിസിനസ്സിലും വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ സാധിക്കുന്നു. കലകളിലും സംഗീതം, നൃത്തം, സാഹിത്യം തുടങ്ങിയവയിൽ അവർക്ക് താല്പര്യം ജനിക്കുന്നു. കുട്ടികൾക്കായിരുന്നാലും താല്പര്യം ലഭിക്കുന്നു. അതിനെ നിരുത്സാഹപ്പെടുത്തരുത്, പ്രോത്സാഹിപ്പിക്കുക. കൂടാതെ തന്നെ ഈ മുതിർന്ന മുതിർന്നതല്ല, ഇതിൽ നിലവിലുള്ള കലാകാരന്മാർക്ക് ധാരാളം ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. എല്ലാവരോടും സ്നേഹത്തോടെ, ഒരു അനുകമ്പയോടെയും ധർമ്മിഷ്ഠമായ ഒരു ജീവിത രീതിയോടും ഒക്കെ കെട്ടിപ്പടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സമയമാണിത്. അതുപോലെ കുടുംബത്തിന് സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുന്നു. ഇതെല്ലാം ഈ യോഗത്തിന്റെ ഒരു പ്രത്യേകതകളാണ്. ഇനി സൂര്യകേതു യോഗം ചിങ്ങരാശിയിൽ നടക്കുന്നതിനാല് ഇതിനെ ഗ്രഹണ യോഗം എന്നാണ് പറയുന്നത്. അത് ആത്മവിശ്വാസത്തിന് കുറവ് ഉണ്ടാകാം ഈ യോഗത്തിന്റെ ഒരു ഇത് മൂലം. അതുപോലെ തന്നെ ഇച്ഛാശക്തിയെയും നമ്മളെ ബാധിക്കുന്ന ഒരു യോഗമാണിത്. വയറു സംബന്ധമായ ചില രോഗങ്ങൾ ഉണ്ടാകാം. അതുപോലെ തലവേദന ഉണ്ടാകാം. ഊർജ്ജക്കുറവ് വരാം, ഉന്മേഷക്കുറവ്, മടിയൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ കരിയറിലും ബിസിനസ്സിലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആശയക്കുഴപ്പം ഉണ്ടാകാം. കാരണം ഒരു പുതിയ സംരംഭം തുടങ്ങാനോ അല്ലെങ്കിൽ നിലവിലുള്ള സംരംഭത്തിനെ വലുതാക്കാനോ ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യത്തിനും ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ചിലർക്കുണ്ടാകാം. അനാവശ്യമായി വഴക്കും ബഹളങ്ങളും കോപവും എല്ലാം ഒന്ന് അടക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെ ആർക്കും ധാരാളമായി നിങ്ങളെ കൊണ്ട് കഴിയാത്ത വാഗ്ദാനങ്ങളൊന്നും നൽകരുത്. ചന്ദ്ര ശുക്ര യോഗമാണ് കന്നിരാശിയിൽ നടക്കുന്നത്. വ്യക്തിയുടെ മനസ്സിനെയും സാകാത്മികതയെയും ജീവിത രീതിയും തന്നെ വളരെയധികം നല്ല രീതിയിൽ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു നല്ല യോഗമാണ് ചന്ദ്ര ശുക്ര യോഗം. അതുപോലെ തന്നെ കന്നിരാശിയിലെ ബുധന്റെ വീടാണ്. ശുക്രൻ ഇവിടെ നീചസ്ഥനായിട്ടാണ് കാണുന്നത്. സംഗീതം, നൃത്തം, ചിത്രകല, ഡിസൈനിങ് തുടങ്ങിയ സർഗാത്മിക മേഖലകളിൽ കൊച്ചുകുട്ടികൾക്ക് തന്നെ ആഗ്രഹം ഉണ്ടാവുകയും അവരെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ ഇതിൽ നിലവിലുള്ള കലാകാരന്മാർക്ക് വളരെയധികം ഗുണം കിട്ടുന്ന ഒരു കാലഘട്ടമാണിത്. ഈ യോഗം കൊണ്ട് വളരെ ഗുണം കിട്ടുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവരുടെ സങ്കടങ്ങളൊക്കെ മനസ്സിലാക്കി അവരെ സഹായിക്കാനായിട്ടും ഈ യോഗം കൊണ്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരോട് ഒരു മര്യാദയായി പെരുമാറാനുള്ള ഒരു ജീവിത ശൈലിയും നമുക്കുണ്ടാകുന്നു. അതുപോലെ കാര്യങ്ങൾ കൃത്യതയോടെ ടൈം ബോണ്ടായിട്ട് ചെയ്ത് തീർക്കേണ്ട ചില കാര്യങ്ങൾ, പ്രോജക്റ്റ് വർക്കുകൾ, അതുപോലെ തന്നെ കോൺട്രാക്ട് വർക്കുകൾ, ഇതെല്ലാം കൃത്യമായി സമയത്തിന് മുമ്പ് തന്നെ ചെയ്ത് തീർക്കാൻ സാധിക്കുന്നു. അതും ഈ യോഗത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഒരു ന്യൂനത, അതുപോലെ തന്നെ നല്ല വസ്ത്രധാരണ രീതി ഉണ്ടാകാം. വ്യക്തി ശുചിത്വം നല്ല രീതിയിൽ ഉണ്ടാകാം. വീടും പരിസരവും നല്ല രീതിയിൽ സൂക്ഷിക്കാനും ഈ യോഗത്തിന്റെ ശക്തി മൂലം സാധിക്കുന്നു. ഇനി ഒരു ന്യൂനത ഉള്ളത് പ്രേമ ബന്ധമുള്ളവർക്കും പ്രണയമുള്ളവർക്കൊക്കെ പല രീതിയിലും സംശയങ്ങളും ബുദ്ധിമുട്ടുകളും തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകാനായിട്ട് സാധിക്കുന്നു. കാരണം കന്നിരാശിയിലെ ശുക്രന്റെ ബലക്ഷയം മൂലമാണ് ഇത് ഉണ്ടാകുന്നത്. അത് കാരണം ദമ്പതിമാർക്കിടയിലായിരുന്നാലും അതൊക്കെ ഒരു പ്രശ്നമുണ്ടാകും. ആശയക്കുഴപ്പവും മനസ്സിന് തെറ്റിദ്ധാരണകളും അതുപോലെ മാനസിക സംഘർഷങ്ങളും ഉണ്ടാവാൻ ഒരു സാധ്യതയുണ്ട്. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. ഈ വരുന്ന ചിങ്ങമാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.